6 വർഷക്കാലം കുരിനാട് സെന്റ് ആൻസ് ആശ്രമ ദേവാലയത്തിൽ പ്രിയോരായി സേവനം ചെയ്യവേ നാടിന്റെ വികസന കാര്യങ്ങളിലും ആശ്രമത്തിന്റെ ഉടമസ്ഥതയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും വളർച്ചയ്ക്ക് വലിയ സംഭാവനകളാണ് ഫാദർ തോമസ് നമ്പിമഠം കാഴ്ചവെച്ചത്. കുരിനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുന്ന പോസ്റ്റ് ഓഫീസിന് പ്രവർത്തനത്തിന് സ്ഥലസൗകര്യമില്ലായിരുന്ന സാഹചര്യത്തിൽ ആശ്രമത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലം വിട്ടു നൽകിയാണ് നാടിന്റെ വികസന പ്രവർത്തനത്തിൽ ഫാദർ തോമസ് നമ്പിമഠം മാതൃകയായത്. നാടിന്റെ ഓരോ വികസന കാര്യങ്ങളിലും ചർച്ചകളിലും സാന്നിധ്യം കൊണ്ടും സജീവമായ പങ്കാളിത്തം ഫാദർ തോമസ് നമ്പിമഠം എക്കാലവും ഉറപ്പു നൽകിയിരുന്നു. സ്കൂളിന്റെ ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് നേതൃത്വം നൽകുവാനും മികച്ച രീതിയിൽ സംഘാടന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാനും പ്രൗഢോജ്വല സമ്മേളനങ്ങൾ നടത്തുവാനും ഫാദർ തോമസ് നമ്പിമഠത്തിന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നതും നാടിന്റെ ഓർമ്മയിൽ നിന്നുമുണ്ട്. സിൽവർ ജൂബിലിയുമായി ബന്ധപ്പെട്ട ഓരോ പ്രവർത്തനങ്ങളിലും ഓടി നടന്ന് നേതൃത്വം നൽകിയ നമ്പിമഠം അച്ഛനെയാണ് നാട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ ഓർമ്മിക്കുന്നത്. സ്കൂളുമായി ബന്ധപ്പെട്ട് വിവിധ മത്സരങ്ങൾ നടക്കുമ്പോഴും ഉപജില്ലാ കലോത്സവം അടക്കം ക്രമീകരിക്കപ്പെടേണ്ടി വന്നപ്പോഴും സെന്റ് ആൻസ് ട്രോഫിയുടെ കാര്യത്തിലുമെല്ലാം നാടിന്റെ താല്പര്യത്തിനൊത്ത് പ്രവർത്തിക്കുന്ന നിലപാടുകളായിരുന്നു ഫാദർ തോമസ് നമ്പിമഠത്തിന്. അദ്ദേഹത്തിന്റെ വിയോഗവേളയിൽ സെന്റ് ആൻസ് സ്കൂളിന്റെ മുൻ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി വട്ടക്കുന്നേലും സെന്റ് ആൻസ് സ്കൂളിന്റെ ഇപ്പോഴത്തെ ഹെഡ്മാസ്റ്റർ ടി.എം. ജോസഫും പ്രതികരിക്കുന്നത് ഇങ്ങനെയാണ്. 2005 മുതൽ 2011 വരെ 6 വർഷക്കാലം സെന്റ് ആൻസ് ആശ്രമത്തിൻ്റെ അധിപനും ആശ്രമവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങളായ സ്കൂളുകളുടെ മാനേജരുമായി ജോലി ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട തോമസ് നമ്പിമഠം അച്ഛൻ ഇന്നലെ നിര്യാതനായി. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ സെന്റ് ആൻസ് കുടുംബവും മറ്റ് അദ്ദേഹത്തിൻ്റെ അനുബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ എല്ലാവരും അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം ഇവിടെ ആശ്രമാധിപനായിരുന്നു കൊണ്ടും സ്കൂൾ മാനേജരായിരുന്നു കൊണ്ടും 6 വർഷക്കാലം സുസ്ഥിരമായ സേവനമാണ് അനുഷ്ഠിച്ചിരുന്നത്. എടുത്തു പറയത്തക്കത് ആയ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഈ സ്കൂളിൻ്റെ സിൽവർ ജൂബിലി ആഘോഷിച്ചത്. അത് വളരെ സമുചിതമായി ആഘോഷിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് സ്കൂൾ കെട്ടിടം അതുപോലെ പള്ളിയുടെ ഉൾവശവും ഒക്കെ വളരെ മനോഹരമാക്കി സ്കൂളിന് വേണ്ടി ലൈബ്രറി നവീകരിച്ചു. സ്കൂളിന് തുടർന്നുകൊണ്ട് കിട്ടിക്കൊണ്ടിരുന്ന 100% അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒരിക്കലും നഷ്ടമായിട്ടില്ല. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർവമായ ഇടപെടൽ മൂലം ഈ സ്ഥലവാസികൾക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്നു. എപ്പോഴും സമീപസ്ഥനും എപ്പോഴും ആർക്കും ഉപകാരം ചെയ്യുവാനും സന്മനസ്സുള്ള ഒരു വലിയ മനുഷ്യനായിരുന്നു അദ്ദേഹം. ധാരാളം പേര് അദ്ദേഹത്തിൻ്റെ അടുത്ത് സഹായത്തിനായി എത്തുമ്പോൾ, പുതിയവും ആത്മീയവുമായിട്ടുള്ള സഹായത്തിനെത്തുമ്പോൾ അദ്ദേഹം എപ്പോഴും സഹായിക്കുവാൻ സന്നദ്ധനായിരുന്നു. പല കുട്ടികളെയും തെറ്റായ വഴിയിൽ പോയിരുന്നവരെ കൗൺസിലിങ്ങിലൂടെ അദ്ദേഹം ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്കും അവർക്ക് ആശയവും ഉദ്ദേശ ലക്ഷ്യവും ദിശാബോധവും നേടിക്കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വലിയൊരു നേട്ടമായിരുന്നു. കുട്ടികളെ അദ്ദേഹം വളരെയധികം സ്നേഹിച്ചിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ 90% വിദ്യാഭ്യാസ രംഗത്തായിരുന്നു. അതുപോലെ അദ്ദേഹം നല്ലൊരു പ്രഭാഷകനായിരുന്നു. സ്ഥലനിവാസികൾക്കും സമീപ പ്രദേശത്തെ ദേവാലയത്തിലെ ശുശ്രൂഷകൾക്കുമൊക്കെ അദ്ദേഹം എപ്പോഴും സമീപസ്ഥനും അദ്ദേഹം സംലഭ്യനുമായിരുന്നു. നല്ലൊരു പ്രഭാഷകനായിരുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ എപ്പോഴും ഈടിട്ടുള്ളതും ആശയവും പ്രചോദനാത്മകവുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ വലിയൊരു നഷ്ടമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് അനുശോചനം രേഖപ്പെടുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അദ്ദേഹം ഈ സ്ഥലനിവാസികളെയും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുരിനാട് സ്കൂളിനെ സംബന്ധിച്ച് അതിനോട് ബന്ധപ്പെട്ട ആളുകളെ സംബന്ധിച്ചും വലിയൊരു നഷ്ടബോധത്തിൻ്റെ മനസ്സോടെയാണ് ഇന്ന് എല്ലാവരും ഈ അച്ഛൻ്റെ മരണവാർത്ത അറിയുക. ഞങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രിയപ്പെട്ട ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ വളരെ സംഭാവനകൾ ചെയ്ത ഒരു വ്യക്തിയാണ് ഫാദർ തോമസ് നമ്പിമഠം. 3 വർഷം കോർപ്പറേറ്റ് മാനേജരായി സേവനം അനുഷ്ഠിച്ചതിന് ശേഷം
ഉടനെ തന്നെയാണ് അദ്ദേഹം നമ്മുടെ സ്കൂളിൻ്റെ മാനേജരായി, ഈ ആശ്രമത്തിൻ്റെ പ്രിയവരായി കുരിനാട് ഗ്രാമത്തിലെത്തുക. തുടർന്ന് 6 വർഷം തുടർച്ചയായി ഈ ഗ്രാമത്തോടും ഈ സ്കൂളിനോടും ഇവിടുത്തെ ആളുകളോടും ബന്ധപ്പെട്ട് പ്രവർത്തിച്ച അച്ഛൻ്റെ വ്യക്തിത്വം എല്ലാവരുടെയും മനസ്സിൽ വളരെ ഗാഢമായി പതിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിത്വം തന്നെയാണ്. നമ്മുടെ സ്കൂളിൻ്റെ പുരോഗതിയിൽ, പള്ളിയുടെ നവീകരണത്തിൽ, ഗ്രൗണ്ടിൻ്റെ നവീകരണത്തിൽ, ഇവിടെയുള്ള ആളുകളുടെ ആധ്യാത്മിക വളർച്ചയിലെല്ലാം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മഹനീയ വ്യക്തിയായിരുന്നു തോമസ് അച്ഛൻ. ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെ കൃത്യതയോടെ ചെയ്യണം, നിർബന്ധബുദ്ധിയുള്ള, അങ്ങനെ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന, സഹായിക്കുന്ന ഒരു വ്യക്തിത്വം. വലിയ നഷ്ടം ഞങ്ങളെ സംബന്ധിച്ച് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ സ്കൂളിലെ എല്ലാ അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും പേരിൽ ആഴമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്. അച്ഛൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യും.